പേരൻസിൻ്റെ സാക്രിഫൈസിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അധികം ആരും അറിയപ്പെടാതെ പോകുന്ന മറ്റൊരു വിഭാഗത്തെ പറ്റിയിട്ടാണ്. പേരൻറ്റിഫിക്കേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പേരൻറ്റിഫിക്കേഷൻ എന്താണെന്ന്? ചില കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മുതിർന്നവരായി മാറിയിട്ടുണ്ട്. അത് നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്ന ഒന്നാണ്. അവർ കളിക്കേണ്ട സമയത്ത് വീടിൻ്റെ ചുമതലകളും അതുപോലെ തന്നെ അവർ കരയേണ്ട സമയത്ത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കലുമാണ് ചെയ്തിട്ടുള്ളത്. ലിറ്ററലി പറയുകയാണെങ്കിൽ വീടിൻ്റെ സകല ചുമതലകളുമായി ഈവൻ പേരൻസിനെ നോക്കുന്നത്, നമ്മുടെ ഇളയ കുട്ടികളെ നോക്കുന്നത്, ഇതെല്ലാം ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗം കുട്ടികൾ ഇന്ന് ഈ ലോകത്തുണ്ട്. ഇന്നല്ല, ഇത് പണ്ട് മുതലേ ഉണ്ട്. അവരെ ആരും റെക്കഗ്നൈസ് ചെയ്യത്തില്ല. ഇങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ പേരൻറ്റിഫൈഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അവരെ ആരും റെക്കഗ്നൈസ് ചെയ്യത്തില്ല. ഈവൻ പീക്കു എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതിൽ ദീപിക പദുകോൺ ചെയ്യുന്ന ക്യാരക്ടർ ഡീപ്ലി അവർ എന്തൊക്കെയാ അച്ഛൻ്റെ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കെയർ ഗീവറും നേഴ്സും എല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവരെ റെക്കഗ്നൈസ് ചെയ്യാതെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇവർ സൈലൻ്റായി നിൽക്കുമ്പോൾ ഇവരെ ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. പേരൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളുടെ ജീവിതത്തിലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, വീടിൻ്റെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളെല്ലാം വന്നു ചേരുന്നതാണ്. വീട്ടിൻ്റെ ജോലികളായിക്കോട്ടെ, നമ്മുടെ ഇളയ കുട്ടികളെ നോക്കുന്നതായിക്കോട്ടെ, നമ്മുടെ സ്വന്തം സ്കൂള്, നമ്മൾ പഠിക്കേണ്ട സമയം നമ്മൾ എല്ലാം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ഹോമിക്കുന്ന ഒരു ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന, ഇത് പേരൻറ്റിഫിക്കേഷൻ തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരെ ആരും നോക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ കാണുന്നില്ല, അവരുടെ വാല്യൂ കാണുന്നില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ, പല ആൾക്കാരും ഇപ്പോഴും വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ലേഡീസ് ആണെങ്കിൽ അവരുടെ വീട്ടിലെ കാര്യങ്ങളും ജോലികളൊക്കെ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അവർക്ക് ഈവൻ ഒരു ജോലി ഉണ്ടെങ്കിലും അതിന് ആ സംഭവം എന്ന് പറയുന്നത്, ആ ജോലി അവർക്ക് ഈ വീട്ടിലെ കാര്യങ്ങൾ, സ്വന്തം ആവശ്യങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഉത്തരവാദിത്തത്തിന് വേണ്ടി ചെയ്യുകയാണ്. ബാക്കി ഇളയ കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ മുതിർന്നവരായിക്കോട്ടെ, ഇവരെല്ലാവരും വേറെ ജോബും വേറെ സെറ്റിൽഡായി അവർ വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ടാകും. പക്ഷേ ഇവരിപ്പോഴും അവിടെ തന്നെ. ഇവർക്ക് എന്തെങ്കിലും കൂടുതൽ ഇങ്ങനെയുള്ള ആൾക്കാർ സൈലൻ്റായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇവരെന്തെങ്കിലും ഒന്ന് മറുത്ത് പറഞ്ഞാൽ തന്നെ അഹങ്കാരമായി, ഇവർ പഴയ പോലല്ല, ഇവളങ്ങനെ ഭയങ്കര സാധനമാണ് എന്നൊക്കെ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഇവർ സൈലൻ്റായിട്ടിരിക്കും. എല്ലാം ഇവരുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് എന്ന് വിചാരിച്ച് ഇവർ ക്ഷമിക്കും. ഇത് ഇവർക്ക് ഒരു പ്രോബ്ലമായിട്ട് തോന്നത്തില്ല, ആർക്കും ഒരു പ്രോബ്ലം ആവത്തില്ല. എന്നാലും ഇവരെ റെക്കഗ്നൈസ് ചെയ്യത്തില്ല. ഇവൻ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരാളുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ സ്വന്തം ജീവിതം ഹോമിച്ചിട്ടുള്ള ഒരാളുണ്ട്. ശരിക്കും നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ചിലപ്പോൾ അത് നിങ്ങളായിരിക്കാം. നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിച്ച രീതിയിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകത്തില്ല. കുടുംബം നോക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യും. ഈ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് ഇവർക്ക് ഒരു ബൗണ്ടറീസും ഉണ്ടാവത്തില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ട ആളാണെന്നായിരിക്കും ഇവർക്ക് സ്വയം തോന്നുന്നത്. അത് മാത്രമല്ല, ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര മടിയായിരിക്കും. ബാക്കിയുള്ളവരെല്ലാവരും ഇവരെ യൂസ് ചെയ്യും. ഇവരെല്ലാം സൈലൻ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ സറൗണ്ടിങ്ങിൽ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവരെ റെക്കഗ്നൈസ് ചെയ്യണം. നിങ്ങൾ ഉറപ്പായിട്ടും അവരുടെ അടുത്ത് പറയണം, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളെ താങ്ക് യു സോ മച്ച് എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തതിന് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തതിന് എന്നുള്ള ഒരു വാലിഡേഷൻ നിങ്ങൾ അവർക്ക് കൊടുക്കണം. അത് നിങ്ങളാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഗ്രേറ്റ് പേഴ്സൺ എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. പേരൻറ്റിഫിക്കേഷൻ തെറ്റോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരുടെയും കണ്ണ് നിങ്ങൾ അറിയാതെ തന്നെ നനയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊരാളാണ്. നമ്മൾ അറിയത്തില്ല നമ്മൾ എന്തായിരുന്നു എന്നുള്ളത്. നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്താണ് നമ്മുടെ ആ ലൈഫ്, നമ്മുടെ കുട്ടിക്കാലം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കും, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുത്തു. അതെന്താണ് ഇന്ന ഗെയിമൊക്കെ കളിക്കാമെന്നൊക്കെ ഇപ്പോൾ ഉള്ള ആൾക്കാർ പറയാം, അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാരെല്ലാം ചേച്ചിമാരൊക്കെ പറയുന്ന സമയത്ത് അതെന്തായിരുന്നു എന്ന് പോലും നമുക്ക് ഓർമ്മയില്ല. അതെങ്ങനെ കളിക്കുന്നതെന്ന് പോലും നമുക്ക് ഓർമ്മയില്ല. കാര്യം നമ്മൾ ചെയ്തിട്ടില്ല. ആ സമയത്ത് വേറെ വീട്ടിലെ ജോലികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് വിചാരിച്ച് നമ്മുടെ തലയിൽ ഏൽപ്പിച്ച് തന്നിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യു ആർ ഗ്രേറ്റ് എന്ന് വെച്ചാൽ എത്ര ഗ്രേറ്റ് ആണോ അത്രയും ഗ്രേറ്റ് ആണ്. ഇനിയെങ്കിലും ഇത്രയും നാൾ നിങ്ങൾ ചെയ്തതൊക്കെ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്കായിട്ട് ജീവിക്കണം, നിങ്ങൾക്കായിട്ടുള്ള സമയം കണ്ടെത്തണം. ബിക്കോസ് ലൈഫ് ഒന്നേ ഉള്ളൂ. നിങ്ങളിതിലൊരാളാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.